എല്ലാവർക്കും നമസ്കാരം. കഥകൾ ജീവിതഗന്ധിയായിരിക്കണം എന്നുള്ളത് പൊതുവെ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു സിദ്ധാന്തമാണ്. പണ്ട് മുതലേ എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു സിദ്ധാന്തമാണ് കഥകൾ ജീവിതഗന്ധിയായിരിക്കണം. തീർച്ചയായിട്ടും മലയാളത്തിലെ കഥകൾ ആദ്യകാലം മുതൽ ജീവിതഗന്ധി തന്നെ ആയിരുന്നു. നമ്മൾ ആദ്യ തലമുറയുടെ കഥകളെടുത്താൽ അത് ശരിക്കും ജീവിതഗന്ധി എന്ന് തന്നെ പറയാവുന്ന ആവിഷ്കാരങ്ങളായിരുന്നു. പക്ഷേ അവരെല്ലാം ആവിഷ്കരിച്ചിരുന്നത് നമ്മുടെ ബാഹ്യജീവിതം ആയിരുന്നു എന്നുള്ള ഒരു വസ്തുതയും ഉണ്ട്. അപ്പം അതിനുശേഷം ഒരു ഘട്ടത്തിൽ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ബാഹ്യജീവിതം മാത്രമല്ല, മനുഷ്യൻ്റെ ആന്തരിക ജീവിതം കൂടി ചേർന്നതാണ് ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് മലയാള കഥയിലും സംഭവിക്കുകയും അപ്പം അതോടെ ആന്തരിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കഥാരചനകൾ ആവിർഭവിക്കുകയും ചെയ്തു. നമ്മുടെ ടി പത്മനാഭൻ, MT മാധവിക്കുട്ടി അവരുടെയൊക്കെ തലമുറ അതാണ് ചെയ്തത്. അവനവൻ്റെ ആന്തരിക ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്നാൽ ബാഹ്യജീവിതത്തെ തീരെ തള്ളിപ്പറയാതെ ഇത് രണ്ടും കൂടി ചേർത്തുള്ളൊരു മിശ്രിതമാക്കി കഥയെ രൂപാന്തരപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കുറേ കൂടി സത്യസന്ധമായ പ്രതിനിധാനങ്ങൾ സംഭവിച്ചു. അപ്പം അത് കഴിഞ്ഞ് വേറൊരു ഘട്ടത്തിൽ ആധുനികത കടന്നു വന്നു. ആധുനികതയിൽ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് നമ്മുടെ കഥാകാരന്മാർ, കഥാകാരികളും കഥാകൃത്തുകൾ കടക്കുകയും അതനുസരിച്ച് ജീവിതത്തിൻ്റെ പൊരുളന്വേഷിച്ച് അവർ രചനകളിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ ജീവിതത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു സംഗതിയല്ല, എളുപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ലോക സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും എഴുത്തുകാർക്ക് മനസ്സിലായതോടുകൂടി ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. എവിടെയോ അത് ഉപേക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഈ ബാഹ്യജീവിതവും ആന്തരിക ജീവിതവുമെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ മുൻകാല എഴുത്തുകാരുടെ എല്ലാ സ്വാധീനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കഥ മറ്റൊരു രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൽ ഇതെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ ആദ്യകാല കഥകൾ മുതലുള്ള മലയാള കഥയുടെ എല്ലാ പാരമ്പര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ പാരമ്പര്യ സൃഷ്ടിക്ക് ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. ഇതിൻ്റെ എല്ലാം സ്വാധീനത്തിന് വശംവദമായ ഒരു കഥാരൂപമാണ് ഇന്ന് നിലവിലുള്ളതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അതിൽ എല്ലാത്തരം കഥകളും ഇപ്പോൾ എഴുതപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ബഷീറിൻ്റെയും തകഴിയുടെയും കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാഹ്യജീവിത സംബന്ധിയായിട്ടുള്ള കഥകൾ ധാരാളം എഴുതപ്പെടുന്നുണ്ട്. ആന്തരിക ജീവിത സംബന്ധിയായിട്ടുള്ള കഥകളും ധാരാളം എഴുതപ്പെടുന്നുണ്ട്. ഈ മൂന്നാം തരം കഥകൾ ആന്തരിക ജീവിതവും ബാഹ്യജീവിതവും എന്നുള്ളതാണ് സന്തോഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള വായനാനുഭവം. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രവേശിക്കുക എന്നുള്ളൊരു നിലയിൽ ഈ കഥയിൽ കഥാസമാഹാരത്തിലെ ഒരു കഥയായ നിർമ്മല വാരസ്യാർ ഒരു യുദ്ധവിധവ എന്നുള്ള കഥയിലൊരു താക്കോൽ വാക്യം ഉണ്ടെന്നും പറയാൻ എനിക്ക് തോന്നിപ്പോകുന്നു. അതായത് അതിലൊരു കുഞ്ഞുമോൻ എന്നൊരു കഥാപാത്രമുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇപ്പോൾ കുഞ്ഞുമോൻ്റെ ഒരു തത്വശാസ്ത്രം അതിൽ കുഞ്ഞുമോൻ അതിലെ വൈദ്യരോട് പറയുന്നൊരു തത്വശാസ്ത്രമുണ്ട്. അതായത് ഈ ജീവിതത്തിൻ്റെ യുക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വൈദ്യര്? ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 10% യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും 90% നമ്മൾ കൽപ്പിച്ചു കൂട്ടുന്നു. അപ്പോൾ അത് ഈ 10% കടിച്ചു തൂങ്ങി കിടക്കാതെ ഈ 90% മുങ്ങി കിടക്കുകയല്ലേ രസം, അല്ല അതല്ലേ വേണ്ടത് എന്നുള്ളൊരു തത്വശാസ്ത്രം. ഒരുപക്ഷെ സന്തോഷിൻ്റെ കഥയിൽ സന്തോഷ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഈ 10% തൂങ്ങിക്കിടക്കാതെ, അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ ഈ 10% ആധാരമാക്കിക്കൊണ്ട്, അതിനെ വെറും ഒരു കൊളുത്ത് മാത്രമാക്കിക്കൊണ്ട് ഈ 90% കൽപ്പിത കഥകളിലെ ആ ഒരു ലോകത്ത് ശരിക്ക് ഊഞ്ഞാലാടുന്ന പോലെ ആടിക്കളിക്കുക, അതാണ് സന്തോഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ പേജുകളിലൊന്നിൽ ഫെർണാണ്ടോ പെസോയുടെ ഒരു കോട്ട് സന്തോഷ് ചേർത്തിട്ടുണ്ട്. അതിൽ പറയുന്നത്
ലിറ്ററേച്ചർ ഈസ് ദി മോസ്റ്റ് എഗ്രിയബിൾ വേ ഓഫ് ഇഗ്നോറിങ് ലൈഫ്. അപ്പോൾ ആ ഒരു കോട്ടും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കുഞ്ഞുമോൻ്റെ തത്വശാസ്ത്രമായിട്ട് നല്ലൊരു പൊരുത്തം എനിക്ക് തോന്നിപ്പോകുന്നു. അതായത് ഈ 10% അവഗണിച്ച്, അതാണ് ഇഗ്നോറിങ് ലൈഫ് എന്ന് പറയുന്നത്. ആ 10% ഇഗ്നോർ ചെയ്തിട്ട് ഈ 90% തത്തിക്കളിക്കുകയല്ലേ ആത്യന്തികമായിട്ട് ഈ ഭാവനാശാലികൾക്ക് ചെയ്ത് രസിക്കാനുള്ളത് എന്നുള്ളൊരു സങ്കല്പനം തന്നെയാണ് പ്രസ്താവയും ആ ഒരു കോട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നും എനിക്ക് തോന്നിപ്പോകുന്നു. ഈ ഒരു വിചാരം മാത്രം പങ്കിട്ടുകൊണ്ട് കാറ്റുമാളികയ്ക്ക് നല്ല വായന ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.